ഹലോ ഫ്രണ്ട്സ്, സോൾട്ട് ആൻഡ് പേപ്പറിലേക്ക് സ്വാഗതം. നാം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ തലക്കറിയാണ്. ഈ തേങ്ങാപ്പാൽ തലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ: നെയ്മീൻ തല ഒരെണ്ണം, മല്ലിപ്പൊടി 2 സ്പൂൺ, തേങ്ങ വറുത്തരച്ചത് അരമുറി തേങ്ങയുടേത്, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം, കടുക് ആവശ്യത്തിന്, മുളക് പൊടി 3 സ്പൂൺ, ഫിഷ് മസാല 2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ, ചെറിയ ഉള്ളി പേസ്റ്റ് 2 സ്പൂൺ, പുളി പിഴിഞ്ഞത് 2 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, ഉലുവാപ്പൊടി 1 സ്പൂൺ, തക്കാളി പേസ്റ്റ് 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, തേങ്ങാപ്പാൽ അരമുറി തേങ്ങയുടേത്, വടക്കൻ പുളി 2 കുടം, എണ്ണ 2 സ്പൂൺ. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി നമുക്കൊരു നെയ്മീന്റെ തല ക്ലീൻ ചെയ്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും കൂടി ചേർത്ത് നന്നായി വേവിക്കുക. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം 5 വറ്റൽമുളകും കറിവേപ്പില, പച്ചമുളക് എന്നിവയും ഇതിലേക്ക് കൂടി ചേർക്കണം. ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് 2 സ്പൂണും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് 2 സ്പൂൺ, തക്കാളി പേസ്റ്റ് 2 എണ്ണത്തിൻ്റെത്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എന്നിവ ചേർത്ത് വീണ്ടും വഴറ്റണം. അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ ഇവയും കൂടി ചേർത്ത് വഴറ്റാം. തീ കുറച്ച് വെച്ച് കുരുമുളക് പൊടി 2 സ്പൂൺ, ഉലുവാപ്പൊടി 1 സ്പൂൺ, ഫിഷ് മസാല 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങ വറുത്തരച്ചത് 1 കപ്പ് ഇവയും ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് നന്നായി ഇളക്കാം. ഇതിലേക്ക് നെയ്മീൻ്റെ തല വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം തേങ്ങാപ്പാല്, അതായത് ഒരു തേങ്ങയുടെ പകുതി എടുത്ത പാലും കൂടി ചേർത്ത് തലയിലേക്ക് പൊതിഞ്ഞ് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. മൂടി മാറ്റിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് വാങ്ങുക. സ്വാദിഷ്ടമായ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഈ തലക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.